Hello dears, welcome to my channel Economics Easy Learning. Okay, so ഇന്ന് തൊട്ട് നമുക്ക് നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ UGC NET 2020 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അതിനിടയിൽ ലൈക്ക് നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നതിനിടയിൽ ഇടയ്ക്കിടെ ഞാൻ സെറ്റിൻ്റെയും തരുന്നുണ്ടാകും. ഓക്കെ, അത് ഞാൻ കറക്റ്റായിട്ട് അത് റൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ തരും. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സെറ്റ് ആസ് വെൽ ആസ് നെറ്റ്. ഓക്കെ, എനിവേസ് എക്കണോമിക്സ് തന്നെയാണ്, സോ വി ക്യാൻ സ്റ്റഡി എവറിത്തിങ് അല്ലേ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം അതിനകത്ത് വരുന്ന കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, so we'll start. Okay, the first question is, in the study of international economics we use the tool of option 1 microeconomic theory only, 2 macroeconomic theory only, 3 neither micro nor macroeconomic theory, 4 both micro and macroeconomic theory, but we all extend, adapt and integrate them. So ഇവിടെ സ്റ്റഡി ഓഫ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ബോത്ത് മൈക്രോയും യൂസ് ചെയ്യും മാക്രോയും യൂസ് ചെയ്യും. അപ്പോൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് രണ്ട് രീതിയിലാണെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് രണ്ട് രീതിയിലുണ്ട്. അതിൽ രണ്ടും നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ വി യൂസ് ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് തിയറി, ബട്ട് വി ഓൾ എക്സ്റ്റെൻഡ്, അഡാപ്റ്റ് ആൻഡ് ഇൻറ്റിഗ്രേറ്റ് ദം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റനിൽ നിന്നും ഫസ്റ്റ് മൈക്രോ എന്താണ് മാക്രോ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, മൈക്രോ ഇക്കണോമിക്സ് എന്താണ്? യെസ്, യു ഓൾ ആർ തെറോ അല്ലേ, എനിക്കറിയാം, ബട്ട് ജസ്റ്റ് പറഞ്ഞു തരാം. മൈക്രോ ഇക്കണോമിക്സ്, യെസ്, വി ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് എന്ന് പറഞ്ഞാൽ സ്മോൾ. ഓക്കെ, ആൻഡ് മാക്രോ ഇക്കണോമിക്സ് എങ്ങനെയാണെങ്കിൽ yes, macros means large, micro small, macros large, കേട്ടോ. ഓക്കെ, ആൻഡ് മൈക്രോ ഇക്കണോമിക്സ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ അനാലിസിസ് ആയിരിക്കും അല്ലേ. ആൻഡ് മാക്രോ ഇക്കണോമിക്സ് ഇക്കോണമി ആസ് എ ഹോൾ സ്റ്റഡിയാണ്. ഓക്കെ, മൈക്രോ ഇൻഡിവിജ്വൽ അനാലിസിസ്, മാക്രോ ഇക്കോണമി ആസ് എ ഹോൾ. ഓക്കെ, സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോ നമ്മൾ ഹൗ പ്രൈസ് ഓഫ് ഗുഡ്, ഒരു ഗുഡിൻ്റെ കാര്യം അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഇതെല്ലാം മൈക്രോയിൽ പഠിക്കും അല്ലേ. മാക്രോയിൽ നമ്മൾ എന്തായിരിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ, അഗ്രിഗേറ്റ് ആയിട്ടായിരിക്കും അല്ലേ. യെസ്, പിന്നെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാക്രോയിലാണ് സ്റ്റഡി ചെയ്യുക. ബിക്കോസ് എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ഈ വക കാര്യങ്ങളെല്ലാം അതൊരു ഹോൾ ഇക്കോണമിയുടെ തന്നെ എടുത്തായിരിക്കും സ്റ്റഡി ചെയ്യുന്നത് അല്ലേ. സോ വി യൂസ് മാക്രോ ഇക്കണോമിക്സ് ഫോർ ദാറ്റ് സ്റ്റഡി അല്ലേ. അപ്പോൾ യു അണ്ടർസ്റ്റുഡ് ദ മൈക്രോ ആൻഡ് മാക്രോ. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് നോക്കാം. സോ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ നമ്മൾ ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ യൂസ് ചെയ്യും അല്ലേ. അതെങ്ങനെയാണ്? ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ ഇൻ്റർനാഷണൽ ട്രേഡായിട്ടും ഇൻ്റർനാഷണൽ ഫിനാൻസ് ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇൻ്റർനാഷണൽ ട്രേഡിലും മൈക്രോ ഇക്കണോമിക്സും യൂസ് ചെയ്യും, ഇൻ്റർനാഷണൽ ഫിനാൻസിൽ മാക്രോ ഇക്കണോമിക് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ആ കോമ്പിനേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ നമ്മൾ മൈക്രോയും യൂസ് ചെയ്യും, മാക്രോയും യൂസ് ചെയ്യും കേട്ടോ. സോ നമുക്കിന്ന് ഇൻ്റർനാഷണൽ ട്രേഡിൽ എന്താണെന്ന് നോക്കാം, മൈക്രോ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, so in international trade microeconomic model is applied to help to understand the international economy. ആ ഇക്കോണമിയിലുള്ള ട്രേഡൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇൻഡിവിജ്വലി യൂണിറ്റ് എടുത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് മൈക്രോ നമ്മൾക്ക് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ എഫക്റ്റ് ഓൺ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ഓഫ് ഇൻ്റർനാഷണൽ പോളിസീസ് ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻ. ഇൻഡിവിജ്വലിയും പിന്നെ ഓരോ ബിസിനസ്സിലും ട്രേഡിൽ വരുന്ന ബിസിനസ്സുകളുടെയും പോളിസീസും അതുപോലെ തന്നെ ആ ഒരു ഇക്കോണമിയുടെ കണ്ടീഷൻസും ഒക്കെ നോക്കാനായിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് മൈക്രോ ഇക്കണോമിക് മോഡൽ അപ്ലൈ ചെയ്യും, അത് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. ഇൻ്റർനാഷണൽ ഫിനാൻസിൽ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ മാക്രോ ഇക്കണോമിക് മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, and it focuses on the interrelationship between aggregate economic variables such as GDP, unemployment rate, inflation,
ട്രേഡ് ബാലൻസ്, എക്സ്ചേഞ്ച് റേറ്റ്. സി ഇൻ്റർനാഷണൽ ഫിനാൻസിൽ മാക്രോ ഇക്കണോമിക് മോഡൽ യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ്? അത് അഗ്രിഗേറ്റ് ആയിട്ട് നമുക്ക് എടുക്കണം അല്ലേ? അതുകൊണ്ടാണ് അഗ്രിഗേറ്റ് ഇക്കോണമിയിൽ വരുന്ന GDP, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ട്രേഡ് ബാലൻസ്, എക്സ്ചേഞ്ച് റേറ്റ്, ഇതെല്ലാം നോക്കണമെങ്കിൽ നമ്മൾ മാക്രോ ഇക്കണോമിക് അനാലിസിസ് നടത്തണം അല്ലേ? ഓൾസോ ഇറ്റ് ഫോക്കസ് ഓൺ ദ ട്രേഡ് ഇംബാലൻസസ്, എക്സ്ചേഞ്ച് റേറ്റ്, aggregate effect on government, monetary and fiscal policy. Okay, trade imbalances നോക്കും, എക്സ്ചേഞ്ച് റേറ്റ് നോക്കും, aggregate effect of government, monetary and fiscal policy. Okay, monetary fiscal policy ഇതെല്ലാം നോക്കുന്നത് നമുക്ക് മാക്രോ ഇക്കണോമിക് അനാലിസിസ് എടുക്കണം. സോ ഇൻ്റർനാഷണൽ ഇക്കണോമിക്സിൽ ദ ടൂൾ വി യൂസ് ഇസ് ബോത്ത് ദി മൈക്രോ ആൻഡ് മാക്രോ ഇക്കണോമിക്സ് യൂസ് ചെയ്യും, അത് ഒരുമിച്ച് ഇൻറ്റിഗ്രേറ്റ് ചെയ്യും, അഡാപ്റ്റ് ചെയ്യും. ഓക്കെ, യെസ്, ഐ ഹോപ്പ് ദ ഫസ്റ്റ് ക്വസ്റ്റൻ ഈസ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. സോ in the study of international economics we use the tool both micro and macro. 4 ആണ് the right answer. Both micro and macro theory we all extend, adapt and integrate them. Okay, yes. So we'll go to next question. So the next question is white revolution. White revolution refers to boost in the production of, യെസ്, വൈറ്റ് റെവല്യൂഷൻ അല്ലേ? അപ്പോൾ വൈറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ്സ് റിലേറ്റഡ് ടു മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് എന്നാണ്. ഓക്കെ, വൈറ്റ് റെവല്യൂഷൻ റെഫേഴ്സ് ടു ബൂസ്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. 2 ആണ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ആരാന്ന് നോക്കാം. ദ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഈസ് ഡോക്ടർ വർഗീസ് കുര്യൻ. യെസ്. അപ്പോൾ വൈറ്റ് റെവല്യൂഷൻ എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ? Yes, it is the introduction of growth of milk production and encourage Indian dairy farmers to keep more animals for increasing production of milk. Okay, introduce ചെയ്തത് growth of milk productionൻ്റെ ഗ്രോത്തിന് വേണ്ടിയാണ്. ആൻഡ് ഇന്ത്യയിലെ ഡയറി ഫാമേഴ്സിനെ ടു കീപ്പ്, അവർ കൂടുതലായിട്ട് ഈ ഒരു കാര്യം, അതായത് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്താൻ, കൂടുതലായിട്ട് അനിമൽസിനെയൊക്കെ ഇൻക്രീസ് ചെയ്ത് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് കൂട്ടാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വൈറ്റ് റെവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ ഈസ് വർഗീസ് കുര്യൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ അത് റിലേറ്റ് ചെയ്യുന്നത് മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്റ്റ് ആണ്. സോ ഹിയർ മിൽക്ക് സെക്കൻഡ് വൺ. സോ 2 ഈസ് ദി റൈറ്റ് ആൻസർ. കേട്ടോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1, ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി. ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി, ഇവിടെ പിന്നെ ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ, പിന്നെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി, ദെൻ ലാസ്റ്റ് വൺ ഈസ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി എന്ന് പറയുമ്പോൾ യെസ്, ഇറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ H. ലിബൈൻസ്റ്റീൻ ആണ്, ലിബൈൻസ്റ്റീൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബി ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എന്ന് പറയുമ്പോൾ യെസ്, ആ സോളോസ് മോഡൽ, ഗ്രോത്ത് മോഡൽ എന്നില്ലേ, ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ Z, that is third one, R. Solo. Then demographic transition theory, demographic transition by C.P. Blacker. Okay, and age of high mass consumption, yes, W.W. Rostow. Okay, yes. അപ്പോൾ നമുക്ക് ഓരോ തിയറിയും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് നോക്കിപ്പോവാം. ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി എന്താണ്, ന്യൂ ക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ എന്താ, ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആൻഡ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കിപ്പോവാം. So, critical minimum effort theory. Critical minimum effort theory is propounded by Professor Harvey Liebenstein in his book Economic Backwardness and Economic Growth. അപ്പോൾ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി യെസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഹാർവി ലിബൻസ്റ്റീൻ. ഏത് ബുക്ക് ഏതാണ്? യെസ്, ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, this states that underdeveloped countries are characterized by vicious circle of poverty which keeps them around low income per capita equilibrium state. അപ്പോൾ എന്താണ്? യെസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്താണെന്നാണ് പറയുന്നത്? വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടിയിൽ വരുന്നതായിരിക്കും. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? യെസ്, ലോ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ലോ ഇൻകം ആയിരിക്കും, അവിടെ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി ആയിരിക്കും. ഓക്കെ, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയാണ് ഈ ക്രിട്ടിക്കൽ മിനിമം എഫേർട്ടിൽ കൂടുതലായിട്ട് പറയുന്നത്.
Harvey Liebenstein and Economic Backwardness and Economic Growth ആണ് ഈ ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇസ് Neoclassical Growth Model. Neoclassical Growth Model is introduced by R. Solow, that is Robert Solow and Trevor Swan in 1956. 1956-ലാണ് Neoclassical Growth Model ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദിസ് തിയറി സ്റ്റേറ്റ് ചെയ്യുന്നത് economic growth result of 3 factors: labor, capital and technology. ഇക്കണോമിക് ഗ്രോത്തിൻ്റെ റിസൾട്ട്സ്. അപ്പോൾ അതിനകത്ത് വരുന്നത് ഇക്കോണമിയുടെ ഗ്രോത്തിന് ലേബർ വേണം, ക്യാപിറ്റൽ വേണം, ടെക്നോളജി വേണം. ഓക്കെ, ഇക്കോണമി ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ടെക്നോളജി കോൺട്രിബ്യൂഷൻ ഇസ് മച്ച് നെസസറി. അതായത് നമുക്ക് ലേബർ എടുത്താലും ക്യാപിറ്റൽ എടുത്താലും അത് ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമുക്കൊരു റിസോഴ്സസ് ഉണ്ടാവുക അല്ലേ, ലേബർ ഉണ്ടെങ്കിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിലും. അപ്പോൾ ഈ ടെക്നോളജിയുടെ ഇമ്പോർട്ടൻസ്, ടെക്നോളജി ഇവിടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇക്കോണമീനെ. ടെക്നോളജി കൂടുതലായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഇക്കോണമിയിൽ ഒരു ഗ്രോത്ത് നിലനിൽക്കുക അല്ലേ, ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ തിയറിയിൽ പറയുന്നത്. സോ നിയോക്ലാസിക്കൽ ഗ്രോത്ത് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോലോ ആൻഡ് ഇൻ 1956. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയാണ്. സോ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ഇസ് ഗിവൻ ബൈ C.P. Blacker. ഓക്കെ, അപ്പോൾ അതെന്താണ് ഇതിനകത്ത് C.P. Blacker ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഹി ഹാസ് ഡിവൈഡഡ് ദ പോപ്പുലേഷൻ ഇൻ ടു 5 ടൈപ്സ്. ഓക്കെ, 5 ടൈപ്സ് ആയിട്ട് പോപ്പുലേഷനെ തിരിച്ചിട്ടുണ്ട്. ഹൈ, സ്റ്റേഷനറി, ഏർലി എക്സ്പാൻഡിങ്, ലോ സ്റ്റേഷനറി ആൻഡ് ഡിമിനിഷിങ്. Okay, Blacker has divided the population into 5: high, stationary, early expanding, low stationary and diminishing. So according to this theory, population growth will have to pass through these stages during economic development. So economy development time il yes ഏതൊക്കെ സ്റ്റേജിലൂടെ കടന്നു പോകണം എന്ന് പറയുന്നത്, യെസ് population growth will have to pass through ഹൈ ആയിട്ടുണ്ടാവും, സ്റ്റേഷനറി ഉണ്ടാവും, ഏർലി എക്സ്പാൻഡിങ് ഉണ്ടാവും, ലോ സ്റ്റേഷനറി ഉണ്ടാവും ആൻഡ് ഡിമിനിഷിങ് ഉണ്ടാവും. ഓക്കെ, സോ പോപ്പുലേഷൻ ഗ്രോത്ത് വിൽ ഹാവ് ടു പാസ് ത്രൂ ദീസ് സ്റ്റേജസ് ഡ്യൂറിങ് ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ബൈ C.P. Blacker. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ ഇസ് പുട്ട് ഫോർവേഡ് ബൈ വോൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോ, W. റോസ്റ്റോ. ഓക്കെ, ഇൻ 1960-ലാണ്. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, റോസ്റ്റോ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇൻ ദിസ് പീരീഡ് contemporary comfort offered by many western nations where consumers concentrate on durable goods. കൺസ്യൂമേഴ്സ് കൂടുതലായിട്ടും ഡ്യൂറബിൾ ഗുഡ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹാർഡ്ലി റിമെമ്പർ ദ സബ്സിസ്റ്റൻസ് കൺസേൺ ഓഫ് പ്രീവിയസ് സ്റ്റേജ്. അതായത് ഇതിന് മുന്നേ ഇതിനകത്ത് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ എന്ന് പറയുന്ന അവസാനത്തെ സ്റ്റേജാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നേ ഉള്ള സ്റ്റേജസിലൂടെ കടന്നു പോയതൊന്നും ശ്രദ്ധിക്കാതെ കൺസ്യൂമേഴ്സ് കൂടുതലും ഡ്യൂറബിൾ ഗുഡ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ റോസ്റ്റോയുടെ സ്റ്റേജസിൽ അവസാനത്തെ സ്റ്റേജാണ്, ദ ലാസ്റ്റ് സ്റ്റേജാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ പുട്ട് ഫോർവേഡ് ബൈ റോസ്റ്റോ ഇൻ 1960. ഓക്കെ, സോ ദാറ്റ് മാച്ച് ദ ഫോളോയിങ് തന്നെ. ദ ആൻസർ വരുമ്പോൾ 4 ആണ് ദ ആൻസർ. ദാറ്റ് ഈസ് എ, ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തിയറി ബൈ Liebenstein, then neoclassical growth model by Solow, then demographic transition C.P. Blacker, then age of high mass consumption Rostow. Okay, yes, so 4 ആണ് the answer വരുന്നത്. Yes, 4 is the answer. Okay, yes, critical minimum effort theory Liebenstein, neoclassical growth model Solow, then demographic transition Blacker, then age of high mass consumption Rostow. Okay, it's clear, right? Yes. Next question is labor force participation rate is given by labor force by total population into 100, number of labor employed by labor force into 100, then labor force by adult population into 100, then number of labor employed by adult population into 100.
So labor force participation rate is given by 3. That is labor force by adult population into 100. Okay. Labor force by adult population into 100. അപ്പോൾ നമുക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ശരിക്കും ഒന്നുകൂടി നോക്കാം. See, labor force participation is calculated as the labor force divided by total working age of population. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ലേബർ ഫോഴ്സ് ബൈ അഡൽട്ട് പോപ്പുലേഷൻ ഇൻറ്റു 100. അഡൽട്ട് പോപ്പുലേഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഈ ടോട്ടൽ വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത് അഡൽട്ട് പോപ്പുലേഷൻ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സി വർക്കിംഗ് ഏജ് റെഫേഴ്സ് ടു ദി ഏജ് ബിറ്റ്വീൻ 15 to 64. ഈ വർക്ക് ചെയ്യുന്ന ഏജ് ഇല്ലേ, വർക്ക് ചെയ്യുന്ന ഏജ് എത്രയാണെന്ന് അറിയാലോ, 15 ഇയേഴ്സ് തൊട്ട് 64 ഇയർ വരെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ടും അവർക്ക് ആ ഒരു എനർജിയോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, അവർക്കാണ് കൂടുതൽ ഏൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു പീരീഡ്. അപ്പോൾ അതാണ് ഈ അഡൽട്ട് പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. ഓക്കെ, സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇസ് ഗിവൺ ബൈ 3 ആണ് the right answer. Labor force by adult population into 100. Okay. Next is match the following. Match list 1 and list 2. List 1, list 2. List 1. Absolute advantage theory of international trade, then factor proportion theory of trade, then offer curve, then opportunity cost. Okay, list 2. 4 പേര് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഓതേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്, ഇക്കണോമിക്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. സോ നമുക്കത് മാച്ച് ചെയ്യാം. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, യെസ്, ഇസ് പുട്ട് ഫോർവേഡ് ബൈ ആഡം സ്മിത്ത് അല്ലേ, ആഡം സ്മിത്ത് ആണ്. ഫാക്ടർ പ്രപ്പോർഷൻ തിയറി ഓഫ് ട്രേഡ്, യെസ്, ഇറ്റ്സ് ഹെക്സർ ഓഹ്ലിൻ തിയറി ഓർ ഫാക്ടർ പ്രപ്പോർഷൻ തിയറി ഓഫ് ട്രേഡ് എന്ന് കേട്ടില്ലേ, ഹെക്സർ ഓഹ്ലിൻ. പിന്നെ ഓഫർ കർവ്സ് ആണ്, ഓഫർ കർവ്സ് ബൈ Marshall. Then opportunity cost by, yes, Haberler. Okay, so the answer will be 2. That is absolute advantage theory of international trade, Adam Smith. Factor proportion theory of trade, yes, Hexel-Ohlin. Then offer curves, yes, Marshall. Then opportunity cost, ഹാബർലർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ തിയറീസ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സി ദ ഫസ്റ്റ് വൺ, അബ്സല്യൂട്ട് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് പുട്ട് ഫോർവേഡ് ബൈ ആഡം സ്മിത്ത് അല്ലേ, ആഡം സ്മിത്തിൻ്റെ ആണ്. സോ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് will take place only if each of two countries can produce one commodity at absolute lower production cost than another commodity. ഓക്കെ, സോ അതായത് എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എങ്ങനെയായിരിക്കും ബിറ്റ്വീൻ ടു കൺട്രീസ്, അതായത് സി ടു കൺട്രീസ് ക്യാൻ പ്രൊഡ്യൂസ് വൺ കമോഡിറ്റി അറ്റ് അബ്സല്യൂട്ട് ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ദാൻ അതർ കൺട്രി, അതായത് ലോവർ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരിക്കണം അതർ കൺട്രിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് വിൽ ടേക്ക് പ്ലേസ്, ഗുഡ്സ് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത് എപ്പോഴാണ്, if each of two countries can produce one commodity, രണ്ട് കൺട്രീസിനും ഒരേ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം at an absolute lower production cost than another country. ഒരു കൺട്രിയുടെ യെസ് പ്രൊഡക്ഷൻ കോസ്റ്റ് മറ്റ് കൺട്രിയിൽ നിന്നും ലോവർ ആയിട്ടുള്ള കോസ്റ്റിലാവണം. ഓക്കെ, അപ്പോൾ അതാണ് ഈ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫാക്ടർ പ്രപ്പോർഷൻ തിയറി. ഫാക്ടർ പ്രപ്പോർഷൻ തിയറി ബൈ ഹെക്സർ-ഓഹ്ലിൻ. Factor proportion theory by Hexer-Ohlin. It explains two country, two factor, two commodity framework. Two country യുടെ കാര്യം, two factor ൻ്റെ കാര്യം, two commodity. Okay, and different countries are endowed with varied proportions at different factors of production. Different country, yes, different factors of production, different ആയിട്ടായിരിക്കും ചെയ്യുന്നത്. Okay, so അതാണ് factor proportion theory put forward by Hexel-Ohlin, and it explains the two countries, two factors, two commodities, and different countries are entered. പല കൺട്രീസും പല കാര്യം, അതായത് പല കമ്മോഡിറ്റീസ്, പല കൺട്രീസിനും ഓരോരോ ടൈപ്പ് കമ്മോഡിറ്റീസ് ആയിരിക്കില്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വ്യത്യസ്തമായിരിക്കും, എത്ര പ്രപ്പോർഷൻ വേണമെന്ന് വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ എൻറ്റേർഡ് വിത്ത് വേരിയിങ് പ്രപ്പോർഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഫാക്ടർ പ്രപ്പോർഷൻ തിയറി by Hexer-Ohlin. So
So next is offer curve. Offer curve is put forward by Alfred Marshall ആണ്. And offer curve is also called reciprocal demand curve. Okay, അപ്പോൾ അതെന്താ offer curve എന്ന് പറഞ്ഞാൽ it's a locus of pair of export and import quantities, and import quantities decide at each possible price ratio. ഏതൊക്കെ പ്രൈസിൻ്റെ റേഷ്യോ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് പെയർ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ക്വാണ്ടിറ്റീസ് അവർ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും ദ ക്വാണ്ടിറ്റീസ് ഡിസൈഡ് അറ്റ് ഈച്ച് പോസിബിൾ പ്രൈസ് റേഷ്യോ. ഏതൊക്കെ പ്രൈസ് റേഷ്യോയിലാണ് അവർ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇതിനകത്ത് ഓഫർ കർവിൽ നോക്കുന്നത്. ഓക്കെ, സോ ഓഫർ കർവ് ഇസ് പുട്ട് ഫോർവേഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. പിന്നെ വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് അറിയാലോ? യെസ്, ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ. സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ബൈ ഹാബെർലർ ആണ്. അപ്പോൾ ദ ആൻസർ വിൽ ബി 2 ആണ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, 2. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി ബൈ ആഡം സ്മിത്ത്. Then factor proportion theory, yes, by Hexel-Ohlin. Then offer curve by Marshall. Then opportunity cost by Haberler. So 2 is the right answer. Okay. Okay. So ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ. അപ്പോൾ പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ്, okay, and like. Okay, thank you.